ഉണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം ഇത് ആരാധനയുടെ നിമിഷം ആത്മാവുണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം ഇത് ആരാധനയുടെ നിമിഷം ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ ദുഃഖങ്ങളില്ല ഭാരങ്ങളില്ല പ്രത്യാശയൊന്നു മാത്രം നാഥ ആനന്ദപൂരിതമാത്മം ദുഃഖങ്ങളില്ല ഭാരങ്ങളില്ല പ്രത്യാശയൊന്നു മാത്രം നാഥ ആനന്ദപൂരിതമാത്മം ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ. എന്നും എന്നോടൊത്തു വസിക്കുവാൻ എന്നിൽ അലിഞ്ഞു ചേരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമായി മാറിയ എൻ്റെ പൊന്നു തമ്പുരാൻ്റെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത്. ആ ദിവ്യകാരുണ്യത്തെ നോക്കാം. അവിടുന്ന് എന്നെ നോക്കുന്നു. ആ ദിവ്യനാഥനെ കൺകുളിർക്കെ നോക്കി അവിടുത്തെ ആ വലിയ സ്നേഹത്തിലേക്ക് എന്നെ തന്നെ ചേർത്തു വെച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് അവിടുത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ദൈവപിതാവേ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെന്റെ സർവസ്വവും മുൻപിലാച്ച് കുമ്പിടുന്നു യേശുവേ നാഥ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെന്റെ സർവസ്വവും മുൻപിലാച്ച്
സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ പുകഴ്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ജീസസ്, താങ്ക് യു ജീസസ്, പ്രൈസ് ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യൻ നാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളി ഇരിക്കുന്ന ഈശോയെ നമുക്ക് കൺകുളിർക്കെ നോക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ദൈവം തൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, തൻ്റെ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകി. ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ്. അതെ പ്രിയമുള്ളവരെ, അവിടുന്ന് എല്ലാ സമാനതകളും വേണ്ടെന്ന് വെച്ച് നമ്മെപ്പോലെ നമ്മിൽ ഒരുവനായി ഇതാ ഈ തിരുവോസ്തിയിൽ അവിടുന്ന് എൻ്റെ മുമ്പിൽ ആയിരിക്കുന്നു. നമ്മോടുള്ള സ്നേഹം, ആ ഒരു സ്നേഹത്തിൻ്റെ വലിപ്പം നമുക്കൊരിക്കലും വർണ്ണിക്കാനാകുകയില്ല. എല്ലാം വേണ്ടെന്ന് വെച്ച് അവിടുന്ന് എന്നിലേക്ക് കടന്നു വരുന്ന നിമിഷം, ഓരോ ദിവ്യബലിയിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. സ്വർഗം വിട്ട് അവിടുന്ന് എന്നിലേക്ക് ചെറിയൊരു അപ്പത്തിൻ്റെ രൂപത്തിൽ കടന്നു വരുന്നു. എന്നിൽ അലിഞ്ഞു ചേരുന്ന നിമിഷം, പ്രിയമുള്ളവരെ,
എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കണം, എപ്പോഴും നമ്മോട് കൂടെ വസിക്കണം. ആ വലിയൊരു സ്നേഹത്തിൻ്റെ മുൻപിലായിരുന്നു കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുക. യേശു തൻ്റെ ഈ ലോക ജീവിതത്തിൽ തന്നെ ദൈവം ഏൽപ്പിച്ച എല്ലാ പ്രവർത്തികളും പൂർത്തിയാക്കി മടങ്ങിപ്പോകാനായി സമയമായി എന്ന് മനസ്സിലാക്കി അവിടുന്ന് നമ്മെ വിട്ടുപിരിയാൻ കഴിയാത്തത്ര സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ അവിടുന്ന് വീണ്ടും ഇതാ നമുക്ക് വേണ്ടി അപ്പമായി തീരുന്നു. അവിടുന്ന് തന്നെ മുറിച്ച് നൽകുന്നു. ആ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലാണ് ഞാൻ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ചെറിയൊരു ഗോതമ്പപ്പം, ചെറിയ ഒരു ഉറുമ്പിന് പോലും അരിച്ച് നശിപ്പിക്കാൻ സാധിക്കുന്ന ചെറിയൊരു അപ്പക്കഷ്ണം, ആ അപ്പക്കഷ്ണത്തിൻ്റെ ശക്തി നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുന്നവൻ. ഒരു ചെറിയ കാറ്റിന് പറത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഈ തിരുവോസ്തിയിൽ നാം കാണുന്നു കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചവൻ. ആ ദിവ്യനാഥൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം കൊടുങ്കാറ്റായി കടന്നു വന്നാലും അതിനെ ശമിപ്പിക്കുവാൻ, എൻ്റെ രോഗങ്ങളെ, എൻ്റെ ദുഃഖങ്ങളെ എല്ലാം ശമിപ്പിക്കുവാൻ കഴിയുന്ന ആ കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചവൻ ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ ദിവ്യനാഥൻ്റെ പക്കലേക്ക് എന്നെ തന്നെ സമർപ്പിക്കാം. പൂർണ്ണമായി ആ ദിവ്യകാരന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കും പാടി പ്രാർത്ഥിക്കാം. ഈ ചെറിയൊരു കാറ്റിനെ തുരത്താൻ സാധിക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിൽ, ഗോതമ്പപ്പത്തിലുണ്ട് കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചവൻ. ആ കാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കാം നമുക്കും പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വീശുമ്പോൾ ഞാൻ പതറിപ്പോകാതെ, അകന്നു പോകാതെ നിന്നിൽ അഭയം പ്രാപിക്കുവാൻ നീ എനിക്ക് ശക്തി നൽകണമേ. നമുക്കും പാടി പ്രാർത്ഥിക്കാം. ഓരോ ചെറുകാറ്റിൽ പാറി പറക്കുമീ ഗോതമ്പ പത്തിനുള്ളിൽ. ഓരോ ചെറുകാറ്റിൽ പാറി പറക്കുമീ ഗോതമ്പ പത്തിനുള്ളിൽ. ഒരു പാടുവൻ കൊടും കാറ്റുകൾ ശാസിച്ച ദൈവമുണ്ടെന്നതോർക്കണം നീ, ദൈവമുണ്ടെന്നതോർക്കണം. ഓരോ ചെറുകാറ്റിൽ പാറി പറക്കുമീ ഗോതമ്പ പത്തിനുള്ളിൽ. ഓരോ ചെറുകാറ്റിൽ പാറി പറക്കുമീ ഗോതമ്പ പത്തിനുള്ളിൽ. ഒരു പാടുവൻ കൊടും കാറ്റുകൾ ശാസിച്ച ദൈവമുണ്ടെന്നതോർക്കണം നീ, ദൈവമുണ്ടെന്നതോർക്കണം. ഓ നിത്യ അപ്പമേ, ജീവന്റെ അപ്പമേ, നീ എൻ്റെ ഹൃദയത്തിൽ യേശുവേ. ഓ നിത്യ അപ്പമേ, ജീവന്റെ അപ്പമേ, നീ എൻ്റെ ഹൃദയത്തിൽ യേശുവേ. ഓ നിത്യ അപ്പമേ,
ജീവന്റെ അപ്പമേ, നീ എൻ്റെ ഹൃദയത്തിൽ മാവായേശുവേ. മുറിവുകളിൽ സൗഖ്യം, മുറിവേറ്റ ഈശോ വരുമ്പോ, മുറിവുകളിൽ സൗഖ്യം, മുറിവേറ്റ ഈശോ വരുമ്പോ, മനുജനു മുൻപിൽ ബലിയായി തീർന്നതും ഈ കൊച്ചുവോസ്തിയല്ലോ. ഈശോ 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 ഈശോ. ഓ നിത്യപ്പമേ, ജീവന്റെ അപ്പമേ, നീ എൻ്റെ ഹൃദയത്തിൽ മാവായേശുവേ. ഓ നിത്യപ്പമേ, ജീവന്റെ അപ്പമേ, നീ എൻ്റെ ഹൃദയത്തിൽ മാവായേശുവേ. ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൺകുളിർക്കെ ആ തിരുവോസ്തി രൂപനെ നോക്കാം. അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ കാതുകളിൽ അവിടുന്ന് മന്ത്രിക്കുന്നു. ആ ചെറുതാകലിൻ്റെ കഥ, തന്നെ തന്നെ മുറിച്ചു നൽകുന്നതിൻ്റെ കഥ, കാൽവരിയിൽ സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന ആ വലിയ സ്നേഹം നമുക്കും ആത്മപരിശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതാകാനായി സാധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുവാനായി സാധിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ തന്നെ മുറിച്ച് നൽകുവാൻ, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആ കാൽവരിയിലെ സ്നേഹത്തിൽ എനിക്കും പങ്കുചേരുവാനായി സാധിക്കുന്നുണ്ടോ? ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സ്വയം മുറിയുവാനായി സാധിക്കുന്നുണ്ടോ? ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടി സ്വയം ചെറുതാകാൻ സാധിക്കുന്നുണ്ടോ? മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുവാനായി സാധിക്കുന്നുണ്ടോ? മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ മുറിയപ്പെടലിൽ പങ്കുചേരുവാൻ സാധിക്കുന്നുണ്ടോ? എനിക്കെൻ്റെ സഹോദരങ്ങളോട് ചെറുതാകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അവരുടെ മുമ്പിൽ ഞാൻ എപ്രകാരമാണ്? നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എവിടെയാണ് എനിക്ക് കുറവ് സംഭവിച്ചത്? എനിക്ക് വേണ്ടി ദിവ്യകാരുണ്യമായി മാറിയ ആ നാഥൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ
എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ ഒരു ചെറുതാകൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ സ്നാപയോഹന്നാൻ പറയുന്നത് പോലെ, അവൻ വളരണം, ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം തിരുവചനം നമ്മളോട് പറയുന്നു, അവൻ വളരണം, ഞാൻ കുറയണം. പ്രിയമുള്ളവരെ, ക്രിസ്തു ഇതാ കാണിച്ചു തന്നത്, തന്നെ ശൂന്യനാക്കി നമുക്ക് വേണ്ടി ചെറുതായി. ആ ചെറുതാകലിൻ്റെ മുമ്പിലാണ് നമുക്കും നമ്മെ തന്നെ സമർപ്പിച്ച് ആ ദിവ്യനാഥൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ മഹത്വം, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആരാധന, 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 ആരാധന.